ഹായ്, എല്ലാവർക്കും രാകാസ് കിച്ചൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ഇത് വാവയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാം. അമ്മ എന്നിട്ട് സ്പെഷ്യല് ചിക്കനൊക്കെ ഇങ്ങനെ പെരട്ടി വെച്ചിട്ടുണ്ടല്ലോ, സ്പെഷ്യലാണോ? ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാലേ വാവ വന്നില്ലേ, അപ്പൊ നമ്മള് ചിക്കൻ ചെറിയ ഉള്ളിക്ക് ഇട്ടിട്ട് വെക്കണം. സബോളില്ല, അതിന് പകരം നമ്മള് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. അമ്മ അപ്പൊ അതിലെ ആവശ്യങ്ങളൊക്കെ സാധനങ്ങൾ എന്തൊക്കെയാ വേണ്ട? അപ്പൊ നമ്മള് 2 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. ആ 2 കിലോ ചിക്കനില് അമ്മ മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഉപ്പും കൂടിയിട്ട് പരട്ടി വെച്ചേക്കാണ്. അപ്പൊ ഇത് പരട്ടി വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം ഞാൻ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്നിട്ടൊക്കെ നോക്കാം ബാക്കി. ഇപ്പൊ വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കണത്. പിന്നെ നാളികേരക്കൊത്ത്, അതൊരു 1/4 മുറി നാളികേരക്കൊത്ത്, 5 പച്ചമുളക് നടുകീറിയുണ്ട്. തക്കാളി ചെറുതാണ്, അതുകൊണ്ട് 2 തക്കാളി എടുത്തിട്ട്, വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. 2 കുടം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ചുവന്നുള്ളിയാണ്. അപ്പൊ അത് അത്യാവശ്യം നമ്മളിപ്പോ 100ന്റെ മേലുണ്ടാവും, 100 ഗ്രാമിനായിട്ടും കൂടുതലുണ്ട്. അതിങ്ങനെ നടു പൊളിച്ചിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പൊ അതായത് ഇതിലേക്ക് പിന്നെ ഉള്ളത് പൊടികളാണ്. ഇതിപ്പോ സാധാ മുളക് പൊടി, അത് 2 ടീസ്പൂൺ സാധാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നമ്മുടെ മസാല, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പൊ നമ്മൾ കറിക്ക് ശരിയാക്കാനായിട്ട് ഉരുളി എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്കിനി ചെയ്യാം, വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരക്കൊത്താണ് അമ്മ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നാളികേരക്കൊത്തൊന്ന് വാടി വരട്ടെ കേട്ടാ. നാളികേരക്കൊത്തൊക്കെ വാടിയുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചോന്നൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉള്ളിലെ കുറേശ്ശെ വാടിയുണ്ട്. അതിലേക്ക് ഞങ്ങൾക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന്റെ ഒപ്പം തന്നെ കറിവേപ്പിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക്, ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും വെളുത്തുള്ളിയുടെ പച്ചമണം മാറി നന്നായി മുറുകണ വരച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിക്ക് നല്ല മണം വന്നില്ലേ? ഇനിയിപ്പൊ നമുക്ക് ഇതെല്ലാതും വാടി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് തന്നെയാണ് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. പൊടികളുടെ പച്ചമണക്ക് മാറി നല്ല പോലെ മൂത്ത് വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ നല്ല പോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരത്തി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ എത്രത്തോളം പരത്തി വെക്കണോ അത്ര നല്ലതാണ് കേട്ടോ. അത് നമുക്കിത് കൂട്ടി ആക്കാം. സിമ്പിളാലോ. അതെ, ചിക്കനിലൊക്കെ നമ്മുടെ മസാലയൊക്കെ നന്നായി കൂട്ടി പറ്റിണ്ട്. ഇപ്പൊ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു 5 മിനിറ്റ് വരെ നമുക്ക് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഇറങ്ങിയ നോക്കാം കേട്ടോ. അതെ, 5 മിനിറ്റ് കഴിഞ്ഞ് കിട്ടാം. അപ്പൊ കുറേശ്ശെ ആയിട്ടാണ് ഇതിൽ വെള്ളം ഇങ്ങനെ. അപ്പൊ നമുക്ക് ഈ വെള്ളത്തിൽ നമുക്ക് ചിക്കൻ വേവിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ഗ്ലാസോളം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ തന്നെയാണ് നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നത്. മറ്റോണാക്കുമ്പോ പെട്ടെന്ന് കരിഞ്ഞു പോണ കാരണം, പിന്നെ അതുപോലെ പെട്ടെന്ന് വേവുകളില്ല. അപ്പൊ ഇതാവുമ്പോ ബോയിലായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമ്മളുടെ തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് മൂടി വെക്കാട്ടോ. മൂടിയൊക്കെ തുറന്ന് ചിക്കനൊക്കെ ഇളക്കി കൊടുക്കാനേ നോക്കാട്ടോ. മൂടിയൊക്കെ പൊട്ടിച്ച കാരണം അപ്പൊ നമ്മുടെ തക്കാളിക്ക് നന്നായി വെന്നിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഉപ്പൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഉപ്പിട്ടതുകൊണ്ട് ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ വീണ്ടും ഒന്നും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്ക് ചിക്കനെ ഒന്നും കൂടി നോക്കാം കേട്ടോ. നേരത്തെ ചിക്കൻ വെന്തുണ്ടായിരുന്നില്ല. കറക്റ്റ് ചാറൊക്കെ നന്നായി ഇറങ്ങി ഒന്നും കൂടി ഒന്ന് കുഴമ്പ് പോലെ പോകണം അല്ലേ. നമുക്ക് തുറന്നു വെച്ചാൽ ചിക്കനൊക്കെ വെന്തുണ്ട്.
ഇവിടെ ചിക്കൻ കറിയുടെ ചാറൊക്കെ വറ്റി കുഴമ്പ് രൂപമായിട്ട് എണ്ണ ഇട്ട് നന്നായിട്ട് ഇടുന്നു വന്നിട്ടില്ലേ? സൂപ്പറല്ലേ? സൂപ്പർ. ആ ഒക്കെ ഒന്ന് ടേസ്റ്റ് ഒക്കെ നോക്കണം കുറച്ച് കഴിയുമ്പോട്ടാ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കറിവേപ്പിലും കൂടി നമുക്ക് അതിലേക്ക് കൊടുക്കാം. എന്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിന്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.